എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ അതുല്യ സാന്നിധ്യമായിരുന്നു എസ് ജെ എന്ന് പ്രിയപ്പെട്ടവർ സ്നേഹപൂർവ്വം വിളിച്ച എസ് ജയേന്ദ്രൻ നായർ. സമ്പന്നമായിരുന്നു ആ പത്രപ്രവർത്തന ജീവിതം. കലാകൗമുദി പത്രാധിപരെന്ന നിലയിലാണ് എസ് ജെ മലയാളിയുടെ വായനാശീലത്തിൻ്റെ ദിശ മാറ്റി എഴുതാൻ ശ്രമിച്ചത്. ലിറ്റററി ജേർണലിസത്തിലേക്ക് പല തലമുറകളെ കൈപിടിച്ച് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തുടർന്ന് സമകാലിക മലയാളം വാരികയുടെ പത്രാധിപരായ എസ് ജെ പത്രാധിപരെന്ന നിലയിൽ പുതിയ വഴികൾ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. എം ടിയുടെ രണ്ടാമൂഴം പ്രസിദ്ധീകരിച്ചത് എസ് ജയേന്ദ്രൻ നായർ എഡിറ്ററായിരുന്ന കലാകൗമുദിയിലാണ്. വാരാണസി മലയാളം വാരികയിലും. ആധുനികർക്കും ആധുനികാനന്തരകാല എഴുത്തുകാർക്കും എസ് ജെ എന്ന പത്രാധിപരുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച രചനകൾ കണ്ടെത്തുന്നതിലും പല തലമുറയെ വാർത്തെടുക്കുന്നതിലും എസ് ജെ വഹിച്ച പങ്ക് അതുല്യമാണ്. എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലം മറക്കാനാവില്ല മലയാളിക്ക്. ജീവിച്ചിരുന്ന കാലത്ത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സ്വീകരിച്ച നിലപാടുകൾ എന്നും മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചുള്ളതായിരുന്നു. പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥാസ്പർശമുള്ള പുസ്തകം കേരളത്തിലെ ഒരു കാലത്തിൻ്റെ സാംസ്കാരിക ചരിത്രമാണ്. എം ടി, മാർക്കീസ് തുടങ്ങിയ എഴുത്തുകാരെക്കുറിച്ച് ജയേന്ദ്രൻ നായർ എഴുതിയ പുസ്തകങ്ങൾ മാന്ത്രിക ഭാവനകളുള്ള എഴുത്തുകാരുടെ രചനകളിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. പിറവി, സ്വം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്നു എസ് ജയേന്ദ്രൻ നായർ. സിനിമയും സാഹിത്യവും സംസ്കാരവും ഉൾപ്പെടെ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന സമസ്ത മേഖലകളെക്കുറിച്ചുമുള്ള പരന്ന വായനയും ചിന്തയും ജീവിച്ച കാലത്തെ ഉന്നത ശീർഷനായ പത്രാധിപരാക്കി അദ്ദേഹത്തെ അടയാളപ്പെടുത്തി. 8 പതിറ്റാണ്ടിലേറെയുള്ള ജീവിതത്തിലൂടെ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ മുദ്രകൾ എഴുതി ചേർത്ത പത്രാധിപരാണ് അദ്ദേഹം. ഒരിക്കലും മറക്കാനാവാത്ത നിരവധി ഓർമ്മകൾ പല തലമുറയ്ക്ക് നൽകിയ പത്രാധിപരാണ് എസ് ജെ. ആ ഓർമ്മകൾ കരിങ്കല്ലിൽ തീർക്കുന്ന മഹാസ്മാരകങ്ങളെക്കാൾ കാലത്തെ അതിജീവിക്കുമെന്ന് പ്രത്യാശിക്കുക.